പാകിസ്ഥാനിൽ ഇന്ന് പുലർച്ചെ ശക്തമായൊരു ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൽ 5.2 രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി പുറത്തേക്കിറങ്ങി ഓടാൻ പ്രേരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. രാവിലെ പാകിസ്ഥാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിൽ പരിഭ്രാന്തരായി. നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പ്രകാരം ഇന്ന് പുലർച്ചെ 3:54 ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 5.2 ആയിരുന്നു. എന്നിരുന്നാലും ഇതുവരെ അവിടെയുള്ള ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂകമ്പം നേരിയതായിരുന്നുവെങ്കിലും പ്രദേശവാസികൾക്കിടയിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം നിലനിന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഭൂകമ്പമുണ്ടായ ഉടൻ തന്നെ പല സ്ഥലങ്ങളിലെയും ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. നിലവിൽ സ്ഥിതി സാധാരണഗതിയിലായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. ഇവിടെ ഭൂകമ്പങ്ങൾ പതിവായി സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ മാസം മെയ് 10 ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ പാകിസ്ഥാനിൽ ധാരാളം ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുമായി സംഘർഷം തുടരുന്നതിനിടയിൽ 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ഥാനം 29.67 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിലും 66.10 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് രേഖപ്പെടുത്തിയത് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായി യുറേഷ്യൻ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റുകളെ ഓവർലാപ്പ് ചെയ്യുന്നു. ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നീ പ്രവിശ്യകൾ ഇറാനിയൻ പീഠഭൂമിയിലെ യൂറോപ്യൻ പ്ലേറ്റിൻ്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധ്, പഞ്ചാബ്, പാകിസ്ഥാൻ, അധിനിവേശ ജമ്മു കാശ്മീർ എന്നീ പ്രവിശ്യകൾ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളും പരസ്പരം കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.